ഹായ്. നമ്മളെന്തോ വലിയ ബ്ലോഗറാണെന്ന് പറഞ്ഞിട്ട് അവന്മാർ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ വ്യൂ നമ്മൾ 4 പേരും മാത്രമേ കാണണമെന്ന് അവന്മാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. കണ്ട സ്വന്തം അനിയനിട്ട് പണിയുന്നൊരു ചേട്ടൻ്റെയാണ് നിങ്ങൾ കാണുന്നത്. മൊത്തമായിട്ട് നിങ്ങൾ കാണുന്ന സാധനമാണ് പുള്ളിമാൻ. ഇത് നമ്മൾ മറ്റേ വൈശാലി സിനിമയിലൊക്കെ കണ്ടു കാണും. പുള്ളിമാൻ സൂലാനിപ്പോൾ ഉള്ളത് നമ്മൾ 4 പേരുണ്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതുകൊണ്ട് 360 ഒന്നും എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്യാമറകളല്ല അവിടെയൊക്കെ വരികയുണ്ട്. കുറച്ച് ആളായി ഇവന്മാരെ കണ്ടിട്ട് ഇവനും അവനും പൈസ കൊടുത്ത് കോഴ്സൊക്കെ പഠിക്കാൻ വന്നിട്ട് ചാടി വന്നതൊക്കെയാണ്. ഇവനും ചാടിയാണ് വന്നത്. ഞാൻ വേറെ കോഴ്സൊന്നും എടുക്കാത്തതുകൊണ്ട് എനിക്ക് ചാടിയുടെ ആവശ്യമില്ല, നേരെ വീട്ടിൽ നിന്ന് വന്നു. ഇപ്പോൾ എന്തായാലും ബൈക്കിലല്ല വന്നത്, ബസ്സിലാണ് നേരെ വന്നത്. ഇനി തിരിച്ച് പോകണം. രാജിനെ തിരിച്ച് നമുക്ക് ബസ്സിൽ പോകാം. നിങ്ങൾക്ക് ട്രെയിനിൽ സീസൺ ടിക്കറ്റ് ഒന്നും എടുത്തില്ലല്ലോ. ഇവിടെ ഒന്നും ഇല്ലാത്ത വേറൊരു ജീവിനോട് കാണിച്ചു തരാം. അവൻ നമ്മൾ കൊണ്ടുവന്നതാണ് വെളിയിൽ നിന്ന്, കങ്കാരു. എൻ്റെ വയറ്റിനകത്ത് എന്തെങ്കിലും ഉണ്ടാ, ചോറ് ബുക്കെല്ലാം ഉണ്ട്. ഇപ്പോഴും CBSE പോലെ സാധനമൊക്കെ കൊണ്ടാണ് നടക്കുന്നത്. അജിനെ കാണിച്ചില്ലല്ലോ. എന്താണെന്ന് അറിയില്ല, പക്ഷെ ഇവിടെ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടെ നോക്കിയിട്ടൊന്നും കാണാൻ വയ്യ. ജീവിയുടെ പേരും കൊടുത്തിട്ടില്ല. ഒരു എൻട്രി ഇപ്പുറത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണും. എവിടെയാ ഗെയ്സ്? ലവന്മാരാണ് ഗെയ്സ് സാധനം. ഇത് S23 ആയിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു. S23 ചില ഫൈനാൻഷ്യൽ ഇഷ്യൂസ് കാരണം ഇവിടെ ഇവനാണ് കോമൺ ലങ്കൂർ, ശ്രീലങ്കൻ ടിബറ്റ് അവിടെയൊക്കെ ഉണ്ട്. സൂം ചെയ്യാൻ S23 ആണ് ഇവിടെ. ഇത് ഓക്കെ, അവൻ അവിടെ ഉണ്ട്. കമോൺ ഗെയ്സ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ മഴ പെയ്ത് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സ്ഥലത്തോട്ട് എന്തെങ്കിലുണ്ട്. പിന്നെ കൂരി. അതിൻ്റെ സിംഹമായിരിക്കുമല്ലേ ഗെയ്സ്? അടുത്ത് നമ്മൾ കിളികളെ സൈഡിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇത് എടുക്കത്തുള്ളൂ. പക്ഷികൾ ഇവിടെ വലിയ രീതിയിലുള്ള കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ായിട്ട് വെള്ളിമുങ്ങനെ കാണാം. ഒറ്റ മൂങ്ങയുള്ളൂ. വെള്ളിമുങ്ങ ഇവിടെ മുകളിൽ ഇരിപ്പുണ്ട്. ആ വലിയ കൂട് കെട്ടുന്നുണ്ടപ്പോഴത്തേക്ക് ഒന്ന് ഞെട്ടിയായിരുന്നു സംഭവം. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന സാധനത്തിനെ കണ്ടപ്പോഴാണ് മനസ്സിലായത് കൂടിൻ്റെ സൈസ് ഒരു വിഷയമേ അല്ലെന്ന്. കാരണം അത് 6 സാധനം കിടപ്പുണ്ട്. ചെറിയ 1-2 പേരുടെ അവിടെ ഉണ്ടെങ്കിലും വലിയ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അതൊന്ന് ചിറവ് നീട്ടി ഒരെണ്ണം വന്ന് ഇതൊന്ന് ചിറവ് നീട്ടി പറന്നു കഴിഞ്ഞാൽ ഒരു 2 റൗണ്ട് പറക്കേണ്ട ഗ്യാപ്പ് പോലും ഇതിൻ്റെ അതായിരിക്കും അത് കെട്ടുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും ഇടുന്നതെന്ന് തോന്നുന്നു. എല്ലാവരും ഇഷ്ടം. എടാ പറക്കുന്നൊരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ. എടാ മോനെ വാടാ, പറന്ന് വാടാ. ഡേ 3 അവിടെ. ആ ഗെയ്സ് അവിടെ 1, ഇവിടെ 2, മൂന്നാമത്തെ 1 2 3 ആണ്ട് ഈ ഇലയുടെ ബാക്കി ഇരിപ്പുണ്ട്. അതിൻ്റെ ഇല്ല ഇതാണ്ട് ഇവിടെ ചെറുതും ഇരിപ്പുണ്ടോ. പക്ഷെ അതാണ് ലുക്കല്ലേ, ഇതിൻ്റെ കഴുത്തിലെ കൂടെ പോയി. അലിഗേറ്ററിനെയാണ് കാണാൻ പോകുന്നത്. അലിഗേറ്ററിൻ്റെ ചുണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മറ്റേ മുതൽ വേറെ, ക്രൊക്കഡൈൽ വേറെ, അലിഗേറ്റർ വേറെയാണ്. ഇതിൻ്റെ സ്പീഷീസ് നമുക്ക് അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും ഓക്കെ. എടാ പച്ചിപ്പട പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കുന്നടാ. അടുത്തെല്ലുമ്പോഴത്തേക്ക് കൈ അടിച്ചാൽ എടുക്കും. ബ്ലാക്ക് ബെന്നിൻ്റെ കൂടാണ്. പക്ഷേ ബ്ലാക്ക് ബെന്നിൻ്റെ മരമാണ് ഗെയ്സ്, കൂടൊന്നുമില്ല. ഇവിടെ കുറേ കപ്പിൾസൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ കറങ്ങിപ്പോകാൻ പറ്റിയൊരു സ്പോട്ടാണിത്. കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതിനെ കപ്പിൾസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വരാൻ പറ്റില്ല. അടുത്തായിട്ടൊരു വലിയൊരു കിളിക്കൂടാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി സ്പീഷീസ് കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോയിൽ എനിക്ക് എത്രമാത്രം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ആ സൈഡിൽ നിൽക്കുന്ന വലിയ കൊക്കാണ്, പ്രതിമകളൊക്കെ നിൽപ്പുണ്ട്. അതൊന്നും പ്രതിമകളല്ല ഗെയ്സ്, ഒറിജിനൽ കൊക്കാണ്. എടാ ഇത് കൂടെ പറഞ്ഞു പോയത് ഒരു കാക്ക. അതിൻ്റെ തെങ്ങനെ ആരിടാ കാക്കയില്ല. ഗെയ്സ് ഇവിടേക്ക് ആരൊക്കെ ഇരിപ്പുണ്ട്. അടുത്തൊക്കെ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകും. ഇതിൻ്റെ അകത്ത് വരെ കിളിയായിട്ട് കാണുന്നുണ്ടോ ഗെയ്സ്? ഇവിടെ ഒരു ചില്ലുകൂടുണ്ട് കിളിക്കൂടിൻ്റെ അടുത്ത്. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കറുത്തല്ലേ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തുള്ള കിളികളുടെ സ്പീഷീസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം അവിടെ ഉണ്ട്. അത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ക്ലിയർ വ്യൂ കിട്ടും ഇതിൻ്റെ അകത്തായിട്ട്. ഇവിടെ അതുവഴി കയറി നടന്നു വരുന്നുണ്ടോടാ. കൊക്കിൻ്റെ സൈസ് ഫോണിൽ കണ്ടാൽ ചെറുതായിട്ട് തോന്നാലും നല്ല രീതിക്ക് കൊക്കിൻ്റെ സൈസ് ഉണ്ട്. ദേശാടന പക്ഷിനെ പക്ഷെ തുറന്നുവിടില്ലല്ലോ. ഇതെല്ലാം ദേശാടന പക്ഷികളാണ്. ഈ ദേശാടനത്തിന് വിടാതിരിക്കാൻ വേണ്ടി കിളിക്കൂടിൽ തടച്ചിട്ടൊക്കെയാണ്. കഴിവ് ഒരു ഷോട്ട് വരുന്നതിന് മുമ്പ് അത് കണ്ടുപിടിച്ചെടുക്കാനാണ്. പക്ഷേ ആ കഴിവ് എനിക്കില്ല. എങ്കിലും നമ്മളിത് എടുക്കാം. ഇവൻ പറന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഷോട്ടായിരിക്കും ഇത്. ഗൈസ് അവൻ പറന്നു. ഗൈസ് പറന്നു വന്ന് നേരെ വെള്ളത്തിലെ പോയിട്ടുണ്ട്. ഗൈസ് കങ്കാര് നടന്ന് വേറെന്തോ ജീവനെ കാണാൻ പോവുകയാണ് ഗൈസ്.
ഇതുവഴി നടന്ന് ഇവിടെ കണ്ടിട്ട് ഇതുവഴി തിരിച്ചു കയറിപ്പോൾ ആ ഒരു സെറ്റപ്പാണിത്. ഇതിനകത്ത് എന്തിനാണ് ഉള്ളത്? സ്മൂത്ത് ഇന്ത്യൻ ഓട്ടർ. എവിടെ? സ്മൂത്ത് ഇന്ത്യൻ ഓട്ടർ, നീർനായ, ഡോഗ്. എവിടെ ഡാനിയടാ? ഗൈസ് അവൻ നമ്മളെ കാണാൻ വന്നില്ല. എടാ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ സൈഡിൽ അവിടെ ഇറങ്ങിയാൽ കാണാൻ പറ്റുമെന്ന്. ബാ ഗൈസ്, അവിടെ ഒരു എൻട്രി ഉണ്ട്, അതുവഴി നോക്കാം. മുങ്ങി എടാ മോനെ ദാ ഇവിടെ ഇരിക്കുന്നു. 1 2 3. എടാ പന്തൊക്കെ കളിക്കുന്നടാ. ആ വാടാ വാടാ. ഗൈസ് അവന്മാര് സീനാണ്. നമ്മളെ കണ്ടിട്ടല്ല ഗൈസ്, അവന്മാര് തിന്നാൻ വേണ്ടി ചാടി പോവുകയാണ്. അവിടെ നിന്നൊക്കെ ചാടി കയറുന്നുണ്ടാ? കേറത്തില്ലെന്നോണല്ലോ. ശരി, അപ്പൊ ഇത് എപ്പോഴും വെള്ളത്തിലായിരിക്കൂടാ? കേറി ഇവിടെ ഇരിക്കത്തൊന്നുമില്ലേ? അവന്മാരൊക്കെ എന്റെ പൊന്നു എന്ത് സ്മൂത്തായിട്ടാണ് മത്സരം നീങ്ങുന്ന നീർനായനെ കാണുന്നു. എത്തി നോക്കുന്ന ഫുഡ് ഡാനിയാ, ഫുഡ്. അവിടെ ഫുഡ് കൊണ്ടുവന്നത് ഇവന്മാരെ അപ്പഴേ അറിഞ്ഞ് അപ്പൊ തന്നെ സ്പോട്ട് പിടിച്ചിട്ടുണ്ട്. ആദ്യം ആ തിരിച്ചു പോവുകയാണ്. ആ നീന്തലും സ്മൂത്തല്ലേ, നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ പൊങ്ങിക്ക് നോക്കുന്ന. ഇവിടെ അവിടെ കൈയൊക്കെ കഴുകുന്നു തുടച്ചോണ്ട. കൈയൊക്കെ എടുത്ത് തുടങ്ങുന്നു. അവര് വീണ്ടും ഒരാൾ നോക്കാൻ വരികയാണ്. ഇവിടെ നോക്കിയാൽ കിള്ളട്ടണം. നമുക്ക് അപ്പുറത്ത് പോവാം. ഇവിടെ എന്തരടാ? ഇവിടെ എന്തൊരു മഴമരം. ഇവിടെ എന്താണെന്ന് അറിയില്ല, ഇറങ്ങി നോക്കാം. ഇവിടെ എന്താണെന്ന് അറിയാൻ വയ്യ. ഒരു വലിയ ആറാണെന്ന് തോന്നുന്നു സൂവിൻ്റെ അകത്ത്. നമ്മൾ കുറച്ച് ഫണ്ടൊക്കെ ചുരുക്കിയാണ് വന്നതുകൊണ്ട് ഇതൊന്ന് വെള്ളം പിടിക്കാണ്ട്. പിന്നെ ഇവൻ കൊല്ലമാണ്, അതുകൊണ്ട് ബാക്കി അവൻ നോക്കിക്കോളും. റിച്ച് ആണെങ്കിലും അല്ലെങ്കിൽ ബാഗും കാര്യങ്ങളൊക്കെ കാട്ടിയാൽ വരൂ. പിടിച്ചോടാ, മൊത്തം പിടിച്ചോ, എല്ലാവർക്കും കുടിക്കണ്ടല്ലേ. ചാലയൊക്കെ എന്തൊക്കെയുണ്ട്. പൂമ്പാതിരി, ഊമ്പാതിരിയ. അടുത്തത് ഇതുവഴി എന്ന് വെച്ചാൽ ദിസ് വേ നമുക്ക് നേരെ പോകാം. ഗൈസ് ഇവിടെ സിംഹത്തിനെയാണ് കാണാൻ പോകുന്നത്. പെൻഡാര ലിയോ പെസിസ്ക സിംഹമാണ് ഇവിടെ ഉള്ളത്. ഗൈസ് അവിടെ ഒരു രാജകീയ പ്രൗഢിയോടെ കിടക്കുന്ന കണ്ടോ അളിയൻ. ഗൈസ് അവൻ ഉറങ്ങി. പക്ഷേ ഒരു മസിലില്ലാത്തൊരു ഫീലല്ലേ സിംഹത്തിന്? ട്രിം ചെയ്തല്ലടാ, ബോഡിക്കൊരു മസിലൊന്നും ഇല്ലാത്ത കണക്ക്. ഈ പയ്യന്റെ അഗാധമായ പരിശ്രമത്തിന് ശേഷം ആ സിംഹത്തിനെ അവൻ എണീപ്പിച്ചിട്ടുണ്ട്. ആ ഇത് ചെറിയ സംഭവടാ, വലിയ സംഭവം കുറച്ച് വലുതാണ്. എടാ മോനെ ഒന്നുകൂടെ വിളിച്ചാണ്ടാ. കണ്ട സ്വന്തം അനിയനിട്ട് പണിയെന്ന് കണ്ട, സ്വന്തം അനിയനിട്ട് പണിയെന്നൊരു ചേട്ടനെയാണ് നിങ്ങൾ കാണുന്നത്. ആ പണിയെടുത്ത ഒരു വ്ളോഗിയാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. ആ ഈ സിംഹത്തിന് അത്ര സെപ്പറേറ്റ് ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോം. എടാ ഇങ്ങോട്ട് ഒന്നുകൂടെ വിളിച്ചാണ്ടാ. ആ വിളിച്ചോ? എടാ ഒരുപാട് വിളിക്കണ്ട കേട്ടാ. സിംഹം വന്ന് അടുത്തായി നമ്മുടെ മുതലാളി അബയുടെ വീട്ടിൽ, അല്ല അബയുടെ KGF കണ്ട സെയിം സാധനം. ആ ഇതെന്താ കിവി അല്ലടാ? കേസ് ഇത് കിവി അല്ലല്ല. കേസ് ഇത് അവന്റെ വീട്ടിലുള്ളത് അത് ഒട്ടക പക്ഷിയല്ല പോടാ, അത് ടർക്കിയല്ല, അത് കിവിയാണ്. അത് കിവി, ടർക്കിയല്ല, അത് കിവിയാണ്. ഏസ് എന്തായാലും ഈ സാധനം ഒട്ടക പക്ഷി വേറെന്താണ്, ഇതിന്റെ പേരൊന്നും കൊടുത്തിട്ടില്ല. 1 2 3 4 എണ്ണം ഉണ്ട്. കേസ് ഇത് ടർക്കി കോഴിയാണെന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കേസ് അവൻ നോക്കടാ ഇത് ടർക്കിയാണെന്ന്. ആദ്യം കിവി നോക്കേ. അല്ല കിവി അല്ല, അപ്പൊ മറ്റേ കിളിന്റെ പേരെന്തേര്? ടർക്കി കോഴി അല്ല, പേര് വെട്ടി പോടാ. ഓസ്ട്രിച്ച് വലുതല്ലേ? നമ്മളങ്ങനെ ആവശ്യമില്ല തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിന്റെ താഴെ എവിടെയെങ്കിലും പേരെഴുതി വെച്ചേക്കും. പേര് നോക്കുമ്പോ പട്ടി അടിച്ച ഒട്ടക പറ്റി ഉണ്ടാവുക. ഞാൻ കിവി പക്ഷെ പണ്ട് കിവിയിലെ മുട്ട എന്നൊക്കെ ചിലവർ പറഞ്ഞതല്ലോ. അതിന്റെ അടുത്ത് കാറ്റ് പോത്തുണ്ട്. പൽവാർദേവന്റെ സാധനം. ജിറാഫ് എവിടെ ഇതില്? ആടെ ഇതിന്റെ പേര് കിട്ടി. അങ്ങനെ ഇതിന്റെ പേര് കിട്ടിയിട്ടുണ്ട്.
കിവി അല്ല യമു ആണ് ഉദ്ദേശിച്ചത്, പേര് മാറിപ്പോയി. ഇതിന്റെ പേര് കിവി അല്ല യമു ആണ്. ഇവന്മാര് പറഞ്ഞ ഒട്ടക പക്ഷി അല്ല സാധനം. സെക്കൻഡ് ലാർജസ്റ്റ് ബേർഡ് ആണ്. അവിടുത്തെ ഹിപ്പോപ്പൊട്ടാമസിന്റെ കൂളിലോട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ വേറെ തടി ആ തടി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ കുറച്ച് കപ്പിൾസ് ഉണ്ട്, അത് കുഴപ്പമില്ല. ആ തടിയുടെ തുമ്പത്തുണ്ടോ ഹിപ്പോപ്പൊട്ടാമസിനെ കണക്ക് കറക്റ്റ് പണിത് വെച്ചിട്ടുണ്ട്. കപ്പിൾസിനെ എടുക്കേണ്ട അടി കിട്ടും, അത് നമുക്ക് മാറ്റി കൊടുക്കാം. എടാ മുങ്ങിക്കിടക്കുന്ന ഹിപ്പോപ്പൊട്ടാമസ് ആണറാ, തല വെക്കുന്നില്ലല്ലോ അവൻ. ഗെയ്സ് അവരുടെ പാറക്കല്ലല്ലേ ഗെയ്സ്, അത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. തല മുങ്ങിയപ്പോഴത്തേക്ക് ശ്വാസം എടുക്കാല്ലേ, അവന്റെ കെന്നലാണ് കാണുന്നത്. അവൻ ഫൈനലി തല പൊക്കിയിട്ടുണ്ട്. മനസ്സിലായോ? തല അവൻ കുറച്ച് മടിയനാണ്, വീണ്ടും തല താത്തിട്ടുണ്ട്. മറ്റേവ അവിടെ പകുതി മുങ്ങി കിടപ്പുണ്ട്, വായിൽ വെള്ളം കയറുമ്പോൾ തിരിച്ച് മുങ്ങിക്കോളും. അടുത്തായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പപ്പടമരം, ക്ലെൻഹോവിയ കോസ്പിറ്റ എൽ ഫാമിലി, മാലവിക്ക, ഇന്തോനേഷ്യ, മലേഷ്യയിൽ അവിടേക്കാണ് വരുന്നത്. ഗ്രേറ്റ് ഓൺ ഹോൺ റൈനോഫറസ് ആണ് ഇവിടെ ഉള്ളത്. റൈനോഫറസ് അല്ല, ഇവിടെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു വിശ്വസിക്കപ്പെട്ടത്. ഇപ്പം എന്തായാലും ഇവിടെ ഇല്ല റൈനോഫറസ്. കേസ് ഇത് മാൻ, പിന്നെ മ്ലാവോ മാനോ എന്തോ ഇവിടെ കുറേ എണ്ണം ഇപ്പോൾ ഉണ്ട്. അവിടെ ഇപ്പോൾ എന്തേരി എന്തിനാണ്ടത് അവന് സ്വന്തമായിട്ട് പശുവൊക്കെ ഉള്ളതുകൊണ്ട് അവനറിയാം കുട്ടൻ നേപ്പിയർ എന്തോ സാധനമാണ്. നമുക്ക് ഇറങ്ങി ഹിപ്പോപ്പൊട്ടാമസിന് കോൺസെൻട്രേറ്റ് ആയിട്ട് വെള്ളമൊക്കെ പമ്പ് ചെയ്യുന്നുണ്ട്. കേസ് അവിടെ ഇവിടെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. എടാ ഇവന്മാർക്ക് കൊമ്പുണ്ടാ. കേസ് അവനാണ് ആൽഫ മെയിൽ. ഇതിന്റെ താണ്ട കൊമ്പ് കണ്ടാ കേസ്. ഇത്രയും പെമ്പിളുടെ ഇടയിൽ ചോക്ലേറ്റ് സിനിമയിലെ പൃഥ്വിരാജിനാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും സുന്ദരിമാരുടെ ഇടയിൽ നിൽക്കുന്ന ഒരേ ഒരു ചോക്ലേറ്റ് ബോയ്. അവനിവിടെ തിമിർത്താടുകയാണെന്നാണ് തോന്നുന്നത്. അവനെ എതിർക്കാൻ പോലും ഇവിടെ ഒരുത്തിന് ധൈര്യമില്ലെന്നല്ല, ഒരു ആന്തരി പോലുമില്ല. അവിടെ ഒരു കൊമ്പൊടിഞ്ഞ ഒരുത്തൻ കിടപ്പുണ്ട്, അതായിരുന്നു ഇവിടുത്തെ പണ്ടത്തെ ആൽഫ മെയിൽ. അവനെ ചെറുക്കൻ തട്ടി ഒതുക്കിന്ന് തോന്നുന്നു. ഇപ്പം അവൻ ആൽഫയല്ല, വിശ്രമ ജീവിതം നയിക്കുന്നു. അടുത്ത സിംഹം, കടുവ. വേറെ സിംഹം ഉണ്ടോ? ായിട്ട് നിങ്ങൾ കാണുന്ന സാധനമാണ് പുള്ളിമാൻ. ഇത് നമ്മൾ മറ്റേ വൈശാലി സിനിമയിലൊക്കെ കണ്ടു കാണും പുള്ളിമാൻ. ഇത് കുറച്ചുള്ളതെന്ന് തോന്നുന്നു. 1 2 3 4 5 എണ്ണം. മറ്റേതാണെങ്കിൽ ഒരു 7 10 20 ഉണ്ട്. ഒരു പയ്യനും ഉണ്ട്. ഇതിൽ പയ്യൻ, ഇതിലെല്ലാം പയ്യന്മാരാണെന്ന് തോന്നുന്നു. ഒരു പെണ്ണങ്ങനെ എവിടെയാണ് നിൽപ്പുണ്ട്, അവളെ മൈൻഡ് ചെയ്യണ്ട. ഗെയ്സ് ഇതാണ് ഗെയ്സ് ബൈസൺ. നമ്മുടെ ബാഹുബലിയിലെ ഏകദേശം സെയിം ഫാൻ തന്നെയാണ്. 1 2 അവിടെ 3 എണ്ണം ഉണ്ട്. പിന്നെ 4 5 മൊത്തം 5 എണ്ണം ഉണ്ട്. ഇതെന്തരടാ ഉണ്ട്. ഇതാണ് ഒട്ടക പക്ഷി അല്ല. പിന്നെ അത് ഇത്രയും മുഖത്ത് ചാടിയൊന്നുമില്ല, പവർ ഉണ്ടെന്നേ ഉള്ളൂ. ബ്ലാക്ക് ബെക്ക് ആന്റിലോപ്പ്. മാനയൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും. സെറ്റാണ്. വെള്ള മാനുണ്ട്, വെള്ള കൊമ്പുള്ള മാന് നല്ല രസമാണ് കാണാൻ വേണ്ടി. S23 ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് അപ്പുറത്തെ വിള വരെ ഞാൻ കാണിച്ചു തന്നെ. പക്ഷേ S23 ഇല്ല. അതിൻ്റെ അപ്പുറത്തോടാ മറ്റേ പുള്ളിമാനെ കുറേ കിട്ടിയടാ. ഈ പുള്ളിമാൻ്റെ കൂടാണ് ഒരുപാട് പുള്ളിമാനുണ്ട്. ഗെയ്സ് മാംസ ഫോജി. ഇത് ചാടോ അറിഞ്ഞൂടെ, അല്ലെങ്കിൽ തന്നെ ഇത് ചീറ്റപ്പുലിയാണ്. എവിടാ ചീറ്റ ലെപ്പേഡ് പുള്ളിപ്പുലി എവിടെയാണ്? എവിടെ ഉണ്ടാകുന്നില്ലേ? അങ്ങോട്ട് പോവാ. അവിടെ പോയി. എവിടെ അമ്മരങ്ങോട്ട് പോടാ. എടാ ദാണ്ട കിടക്കുന്നു ഇവിടെ. എടാ മോനെ ഗെയ്സ്, അല്ല പാവക്കുഞ്ഞിനെ കണക്ക് സാധനം കിടപ്പുണ്ട് ഇവിടെ. ഡേ ഓനേടാ, ഒരുത്ത മുകളിൽ ഇപ്പോൾ ഉണ്ട്. ഇവിടെ നിന്ന് അടുത്ത് കാണാം. ഇടക്കുള്ള പാവക്കുഞ്ഞിനെ കൊണ്ടല്ലടാ, പാവക്കുഞ്ഞിനാണ് കിടക്കുന്നത്. ഗെയ്സ് അവൻ തിരിഞ്ഞ് നോക്കുകയാണ്. വേറെ ഉണ്ടോ? അത് മുകളിലോട്ട് കടന്നു പോയി.
ആ നടന്നു വരുന്ന ഒരു ലുക്ക് തന്നെ എന്തൊരു ഗാംഭീര്യമാണ്. ഒരു ടെഡി ബിയറിന് കണക്കുണ്ടല്ലേ. വാവ്, ഇത് വലുതാണ് കേട്ടോ. ആ കൊച്ചിനെ ടാർഗറ്റ് ചെയ്ത് എന്താ നോക്കണം. ഇവിടെ ചാടുവേ. ഏത് സ്കൂളിടാ? തമിഴ്നാട്. ഓ സോറി ബ്രോ, നമ്മൾ വെച്ച് കേരളമാണെന്ന്. കൂളിംഗ് ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ. കൂളിംഗ് ക്ലാസ്. ഒരു ബംഗാൾ ടൈഗർ, വൈറ്റ് ടൈഗർ, ലയൺ, ഹൈന. എടാ എല്ലാം ഇങ്ങോട്ടുണ്ടാ. ഈശോടെ കുറെ പിള്ളേർ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. ഹായ്. ഈസ് നമ്മളെന്തോ വലിയ വ്ളോഗറാണെന്ന് പറഞ്ഞിട്ട് അവന്മാർ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ വ്യൂ നമ്മൾ 4 പേരും മാത്രമേ കാണണമെന്ന് അവന്മാർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഇതാണ് അവിടെ വീഡിയോ. കേരളാവിൽ പെരിയ ഡോണ് ഇത് വഴി ഇത് എടാ ഇവര് പറഞ്ഞ സാധനമൊക്കെ അവിടെ. ഇതിന്റെ പുന്നു എടാ അത് പറ്റി. എടാ ഇതിന്റെ ഗൈസ് ഇത് ബാസല്ല ഗൈസ്. നിങ്ങൾ ഈ കേട്ടത് RS-100ന്റെ സൗണ്ട് അല്ല ഗൈസ്, കടുവയുടെ ബാസുള്ള ഗർജനമാണ്. അത് ഗർജിച്ചല്ല, RS-100ന്റെ സൗണ്ട് അല്ലേ. ഗൈസ് ഇവിടെ അടുത്ത് മയങ്ങി കിടപ്പുണ്ട് ചെറുതായിട്ട്. എടാ മറ്റില്ലവൻ. എടാ ഇതിന്റെ പേര് കണ്ടോട്ടാ. മറ്റേ ഞാൻ പറഞ്ഞില്ലേ പുലിമുരുകനിലെ പുലിയാണെന്ന്. ആ ഇത് കണ്ടോ, ലയൻ. ഇത് ലയനാണോ? അപ്പൊ ലയൻ സിംഹമല്ലേ. ഇതാണ് പുലി. എടാ അതിന്റെ എല്ല് പീസ് കിടക്കുന്നുണ്ടാ, ഒരു വലിയ എല്ല്. അവിടെ എല്ല് പീസ് കിടക്കുന്നുണ്ടാ. കൊന്നിട്ടല്ല. അതെന്താ ഇങ്ങ് വരാത്ത? സമയം കുറച്ച് ഷൈയാണ്, പക്ഷെ അവൻ്റെ കയ്യിരിക്കുന്ന എൽകഷ്ണങ്ങളൊക്കെ വലുതായിരുന്നു. വാരിസ സിനിമയിലെ സുബ്രഹ്മണ്യമായിട്ട് അഭിനയിച്ച സോറി ഗൈസ്, ലീവയില് നമ്മുടെ സുബ്ബു ആണ് കിടങ്ങുന്നത്. ഇത് AKA ഹൈന. അവന്മാരൊക്കെ ഇങ്ങോട്ട് വന്നേ കൊള്ളായിരുന്നു. ഫുഡ് കൊടുക്കുന്ന വഴിയാണ്. അവിടെ തന്നെ അലയും കിടക്കാൻ അടുത്ത റൗണ്ട് ഇട്ടെന്ന് പറഞ്ഞു. കളിക്കരുത്, വീഡിയോ എടുക്കല്ലേ. ബൈ ബൈ. പിള്ളേരെ കൊടുക്കട്ടെ. ബഹളമുണ്ടല്ലോ. അടുത്തായിട്ട് ഇങ്ങനെ കാണാൻ പോകുന്നത് സിംഹം, പുലി. ഒന്ന് മാറൂടാ. എടാ ഇത് ഒരുപാട് ശോഷിച്ചില്ല, എല്ലും തോലും അല്ലടാ. ഇത്തിരിയേ ഉള്ളൂ. ബാക്കി നോക്കിയാണ്. എടാ ഇവിടെ നോക്കിയാണ്ടാ. ഈ സളിയൻ സൈഡ് പ്രൊഫൈലൊക്കെ കൊള്ളാമെങ്കിലും ബാക്കിൽ നിന്നൊക്കെ നോക്കാൻ നേരത്ത് ഒരുപാട് അങ്ങ് ശോഷിച്ച് ഒരു പേപ്പറിൻ്റെ അത്ര തടിയേ ഉള്ളൂ. പിന്നെ വാലും കട്ടായിട്ടുണ്ട്. ഫൈറ്റിങ്ങിൽ കട്ടായതായിരിക്കും. പണ്ടത്തെ ഗർജിക്കുന്ന സിംഹമായിരുന്നു. പക്ഷേ നമ്മളെ സുബ്രഹ്മണ്യനെ കാക്ക കയറി ശല്യപ്പെടുത്തുന്നുണ്ട്. നോക്കടാ, കാക്കയെ ഓടിക്കുന്നടാ. സളിയന് പേടിയാണ് ഗെയ്സ് കാക്കേനെ. ഇതാണ് ബ്ലൂ ആൻഡ് യെല്ലോ മെക്കാവ്. ഇത് നമ്മുടെ സാധാരണ പോലെ സൗണ്ടൊക്കെ മിമിക് ചെയ്യും. ആ സൗണ്ട് ഒന്നും മിമിക് ചെയ്യില്ലെന്ന് തോന്നുന്നു. ഇനി ഇതിൻ്റെ സെപ്പറേറ്റ് ക്യാമറ ഞാൻ വെച്ചിട്ടുണ്ട്. ഇലക്ട്രസ് പാരറ്റ്. പക്ഷെ അളിയന്മാർ ഇതിൽ കാണാനൊന്നുമില്ല. ഇവിടെ എവിടെയൊക്കെ കാണും. ഇതിൻ്റെ അകത്തിൽ അപ്പുറത്തെ ഉള്ളിലുള്ളത് ഇത് സൺ കൊന്യൂർ. 2-3 ഉള്ളൂ. വലിയ ലുക്കൊന്നുമില്ല. മരോർത്തേടാ കേസ്. ഒരു ലുക്കുള്ള ഹെവി സാധനം ഇപ്പുറത്തുണ്ട്. ഗ്രീൻ വിങ്ഡ് മെക്കാവ്. കേസ് ആ ഇരിക്കുന്ന ലുക്കിന് ഈ ഗ്രില്ലറിലാണ് കാണാൻ പറ്റാത്തത്. സെറ്റാണ് കാണാൻ വേണ്ടി. ഓഫ് കോഴ്സ് വല്ലഭം മരമാണ് ഇത് കാണുന്നത്. ഈ ഒരു കൂട് ഇവിടെ നമുക്ക് പുളിയല്ലേ. കാണാൻ പറ്റില്ല. കൂട് കൊള്ളാം, പക്ഷേ അണ്ടർ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് വർക്കാണ്. എടാ മറ്റേ വലുത്. എടാ ഇവിടെ വേറെ ഒന്നുണ്ടോ, ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് കാണുന്നത്. ഇന്ത്യൻ ക്രസ്റ്റഡ് പോർക്യുപൈൻ അല്ലെങ്കിൽ മുള്ളമ്മന്നി.
അളിയന്മാർ ഇങ്ങനെ ഇരുന്നാലും മുള്ള് പൊത്തി കഴിഞ്ഞാൽ നല്ല അനത്ത് കിട്ടും. ഇതിനെ പ്രത്യേകിച്ച് വേറെ ജീവികളൊന്നും ശല്യപ്പെടുത്താതിരിക്കുകയാണ് ഈ മുള്ള് ഡിഫൻസ് മെക്കാനിസം ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അത് വണ്ടി കിട്ടും. നേരത്തെ അവിടെ കുറച്ച് തർക്കത്തിലായ കിവി എന്നൊക്കെ പറഞ്ഞ വഴക്കായ ഒട്ടക പശയാണിത്. ഇതിൻ്റെ ഹൈറ്റ് ചെയ്യണമെങ്കിൽ കണ്ടറിയാൻ പറ്റും. ഇമ്മൻസ് ഹൈറ്റാണ്. ഇപ്പോൾ 6 അടി കൂടുതൽ പൊക്കമുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട്. കേസ് അവന്മാർ തലപൊക്കിയൊക്കെ വരുന്നുണ്ട്. നല്ല ഇമ്മൻസ് ആയിട്ടുള്ള സൈസ്. എടാ എന്തിനാ നമ്മുടെയൊക്കെ പാൻറ്റിലൊക്കെ പാന ഇരുന്ന് ലീക്കായ കണക്ക് ഇതിൻ്റെ മുതത്വത്വം അങ്ങനെ ഒരു കളറാണ്. മരുന്നാകണ്ട് ഇട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു. എടാ മറ്റേ കോളേജിൽ പോക്കറ്റിൽ പാന ലീക്കാവല്ലേ അതേ കണക്ക്. അവൻ ഇഷ്ടപ്പെട്ടില്ല. എടാ വാടാ കുണി വാടാ വാടാ. ഇല്ല വരുമായിരിക്കും. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടല്ല. അടുത്ത ഉരകങ്ങൾ ഗെയ്സ്, ഇവനാണ് വിഷരാജൻ, ഉരകങ്ങളുടെ രാജാവ്. വിഷഹാരിയാണവൻ. അപ്പോൾ നമുക്ക് ഉരകങ്ങളെ കാണാൻ പോവാം. വാടാ നിന്റെ ഫാമിലിയെ കാണാൻ പോവാം. വിഷം കയറ്റാനും ഇറക്കാനും ഇവൻ മാത്രം. ഗെയ്സ് നമ്മൾ 4 പേരെയും കാണാൻ പറ്റുന്ന സിംഗിൾ ഷോട്ടാണ്. ഇവിടെ ഫുള്ളി AC സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എയർ കണ്ടീഷൻഡാണ്. ഇത് വെള്ളമില്ലടാ. എടാ പാമ്പാണ്ടാണ്. ഇത് പാമ്പല്ലേ? ഇതാ വെള്ളത്തിന് അടിയുണ്ടോ പാമ്പാണ്ട. തലേ എവിടെടാ? ഇത് അണലി. ലോങ്ങസ്റ്റ് സ്റ്റേക്ക് ഇൻ ദ വേൾഡ്. ഇത് വിഷമില്ല. എടാ ഇതേ വിഷമില്ല. ഇത് വേറെ അണലിയാണ്. ഇത് ആണലിയല്ല. ഇത് ലോങ്ങസ്റ്റ് സ്നാക്ക് നോൺ വെനമസ് അണലിയാണ്. എടാ ഇത് വേറെ മോഡൽ അണലിയാണ്. വിഷമില്ലാത്ത അണലിയാണ്. ഉണ്ടാ ലോങ്ങസ്റ്റ് സ്നേക്ക് റെയറാണ്. ഇത് വേറെ അണലിയാണ്. ഈ പാമ്പിന്റെ സൈസ് ഉണ്ടോ? ഇന്ത്യൻ റോക്ക് പൈത്തൺ പെരുമ്പാമ്പ്. ഇത് ചെറുതാണ്. അതിന്റെ കുഞ്ഞ് ഉണ്ട്. നീ പറഞ്ഞ ആ സാധനമേ നമ്മളെ സാധാ അണലിയല്ല കേട്ടോ. ഇത് മറ്റേ റെയറാണ്. വിഷമില്ലാത്ത അണലിയാണ്. വൺ ഓഫ് ഇന്ത്യാസ് ബിഗ് ഫോർസ്നേക്ക്, മൂർഖൻ, സ്പെക്ടക്കിൾഡ് കോബ്ര. ഇവിടെ ഒരു മൂർഖനുണ്ട്. അവിടെ 2 മൂർഖങ്ങൾ ഇണചേരുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒരു 10 വിടർത്തിയ കിളികളായിരിക്കുമല്ലേ. അടുത്തായിട്ട് നമുക്ക് കാണാൻ പോകുന്നത് ഇതിനെന്തരടാ ആമയല്ലേ? കരയാമ, വെള്ളയാമ, ആമ ഇവിടെ ഉണ്ട്. അവിടെ അതിൻ്റെ പുറത്തൊക്കെ കുറേ ആമ്പളർ ഇരിപ്പുണ്ട്. അതിൻ്റെ ടോപ്പിൽ ഇരിപ്പുണ്ട്. സൈഡിലുണ്ട്. എന്താ ഇവിടെ ഉണ്ട്. അതാണ്ട് ഇതിൻ്റെ ഇടയിൽ നോക്കണം. അത് കണ്ട് അടുത്തായി ദ മോസ്റ്റ് നൊട്ടോറിയസ് ഇരുതല മുടി. പക്ഷെ കാണാനില്ലല്ലോ. പാമ്പില്ല. ഇല്ല പോടാ. ചട്ടിയുടെ ബാക്കിലാണ് തോന്നുന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ നമുക്ക് ഇരുതല മുടിയുടെ വിസിബിൾ അല്ല. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ മരത്തിലോട്ട് കിടക്കാം. കിട്ടിയാ തേക്കടി കല്ലാണ് കിടക്കണം. പോടാ കല്ല്. ഇവിടെ ഒന്നുമില്ല. റെഡ് ഏഡ് സ്ലൈഡർ. ഇത് ആമയല്ലടാ. ഇതിൻ്റെ അകത്ത് 1 2 3 4 5 6 7. പക്ഷെ ഇതിൽ ആമേനെ തന്നെയല്ലേ കൊടുത്തേക്കണത്. ഞാൻ വിചാരിച്ചത് തവളയാണെന്നറാ. ഇതെന്താപ്പാ? അതിൻ്റെ കളറും കാണാൻ പറ്റും. പച്ച കളറൊക്കെ ഉണ്ട്. ലൈറ്റിങ് അത്ര പ്രോപ്പർ അല്ല, അതുകൊണ്ട് അത് കാണത്തില്ല കറക്റ്റായിട്ട്. പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും ഫ്രോസ്റ്റൻ ക്യാറ്റ് സ്നേക്ക്. കാരണം അവിടെ ഈ മൂലയിലായിട്ടാണ് ഈ സ്നേക്ക് കിടക്കുന്നത്. ആ മരത്തിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും തൊലി ഉരിച്ചിട്ടേക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഷുഗർ ഗ്ലൈഡർ. ഇതെന്തോ സെറ്റപ്പ്. ഈ സ്കിഡിലെ ഒരു സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. സാധനം എവിടെ? പാമ്പാണത്. ഈ അതിൻ്റെ ഒരു ഫോട്ടോ പോലും അവന്മാർ കൊടുത്തിട്ടില്ല. എന്തൊരു അനാസ്ഥയാണ് ഈ സൂക്കാർ കാണിക്കുന്നത്. എടാ മറ്റേ ഇത് അണ്ണാൻ്റെ ആ കൂട്ടിനകത്ത് ഇരിപ്പുണ്ട് സാധനം. അതിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും കൊടുക്കാമായിരുന്നു. അതൊരു വലിയ ഡീമറ്റായി പോയി. ഇതിൻ്റെ അകത്തൊക്കെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അടുത്തായിട്ട് നക്ഷത്രമേനാണ് നിങ്ങൾ കാണുന്നത്. എടാ വിശനാടാ അപ്പുറത്തോട്ട് പോകുന്നു. കിട്ടിയാ? ഇവിടെ പാമ്പ് ഉണ്ടാകുന്നില്ലേ ഇതില്?
ആറ്റുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ ഇതിന്റെ അകത്തൊക്കെയാണോ നക്ഷത്രമാണോ? നമ്മൾ എയർപോർട്ടിലൊക്കെ വെച്ച് കടത്താൻ ശ്രമിച്ച് ഒരുപാട് പ്രാവശ്യം പിടിച്ചിട്ടുള്ള സാധനമാണിത്. നക്ഷത്രാമ. എന്താടാ അതിന്റെ മുകളിൽ ഒരു വലിയ സാധനം ഇരിപ്പുണ്ട്. നക്ഷത്രാമ നോക്കണം, വില കൂടിയ സാധനങ്ങളൊക്കെ. നക്ഷത്രാമ. അടുത്ത വില്ലൂരി, പൂച്ചക്കണ്ണൻ പാമ്പ്, നാഗത്താൻ പാമ്പ്. ഇതിനകത്ത് എവിടെയൊക്കെ ഉണ്ട്. കാണാടാ ചെറുത്, കാണാ. ചേര, ഇന്ത്യൻ റാറ്റ് സ്നേക്ക്. പൈസ കളറും ആ ടെക്സ്ചറും തന്നെ കണ്ടറിയാൻ പറ്റുന്ന സൈസും. ഇത് മഞ്ഞ കളറാണ് സാധനം. അതിൻ്റെ മുകളിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്, ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ കുറേ വലിയ ചേരകളെങ്കിൽ കാണാൻ പറ്റും. മുർഗൻ, ഇന്ത്യൻ കോബ്ര. 10 ഇവിടത്തെ ലുക്ക് കാണാൻ പറ്റില്ല. മുർഗൻ, അവിടെ ഉണ്ടൊരു മുർഗൻ. ഇത് നോക്കടാ, 1 അവിടെ ഒന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് മുർഗനെ കാണാൻ പറ്റും. അടുത്തായിരുന്നു നമ്മൾ ദ ഗ്രീൻ അനാക്കോണ്ട. എൻ്റെ മോനെ, മുകളിൽ നിന്ന് കാണുമ്പോൾ ചെറിയ സൈസ് എനിക്ക് തോന്നിയാലും താഴോട്ട് വരുമ്പോഴത്തേക്ക് നല്ല സൈസ് ഉണ്ട് സാധനത്തിന്. ഇത് മുട്ടയിടാറായടാ, ആണ്ടാ മുട്ടയിടാറായ പാമ്പാണ്. അതേ ബാത്റൂമിൽ പോകാറായ പാമ്പാണ്. ഇത് നോക്കണോ, ഒരു ഗ്രീൻ അനാക്കോണ്ട തന്നെയാണ്. ഇത് കുറച്ചുകൂടെ വലിയ സൈസ് ഉണ്ട്. ഇതിൻ്റെ തല എവിടെ? വാലിവിടെയും, തല ഇങ്ങനെ പോയി ആ മരത്തിൻ്റെ ഇടയിൽ എവിടെയാണ്. എടാ ഞാൻ നിന്നെ വീഡിയോ എടുത്തോടാ. അഹങ്കാര തവള കണ്ടോ, അതിൻ്റെ പുറത്ത് തവള ഇരിക്കുന്നത്. ഒരു പേടിയുമില്ല, സിഗ്മ മെയിൽ തവള. മൂർഖൻ ഇതുവരെ രാജവെമ്പാല. എന്തൊരു ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ 2 മാത്രമാണ് ഇതിൻ്റെ ഉള്ളത്. ഇതിൻ്റെ ചെറുക്കന്മാരൊക്കെ അങ്ങാട്ട് പോയിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ട് ഞാൻ കണ്ട്. തവളയുടെ അഹങ്കാരം അതിൽ കേരളം ജീവിക്കുന്ന ഒരു ലിമിറ്റ് വേണ്ടേ. അതിനെങ്ങനെ ഇരുതല മുഴുവൻ കിട്ടിയ അതിന്. ഇരുതല മുഴുവൻ വെച്ച തല കാണാനില്ല, 2 തല ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഒരു വാലും തലയും ഒരേ കണക്ക് ഇരിക്കുന്നു. ഇതെന്താ നീർപ്പാമ്പ് ചെറുത്, ഇതും ചെറിയ നീർപ്പാമ്പ്. അപ്പുറത്തെന്തേ മണ്ണൂലിപ്പാമ്പ്. ഇതിന്റെ വാലും തലയും അല്ലേ ഏകദേശം ഒരേ കണക്കാണ് ഇരിക്കുന്നത്. ഇത് മറ്റേ പാമ്പാണ്, തടിച്ചൊരു പാമ്പാണ്. ആ സിനിമയിലൊക്കെ ആ പാമ്പുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. എടാ നാഗത്താൻ പാമ്പ് ഇതിൻ്റെ അകത്തില്ല. എടാ പാമ്പ് ചത്തേ അസ്ഥി കൂടെ കിടക്കണ്ടാ. ബാൻഡഡ് കുർക്കി സ്നേക്ക്, ചെറിയൊരു ബാൻഡഡ് കുർക്കി സ്നേക്ക് ഉണ്ട്. അങ്ങനെ സൂവിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. നേരത്തെ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് പിന്നെ ഇൻസ്റ്റാ ലിസ്റ്റ് ഒന്നും എടുക്കാനും പറ്റില്ല. അതാണ് പിന്നെ വ്ളോഗ് ഫോണിൽ തന്നെ എടുത്തത്. അപ്പോൾ എടുക്കുന്ന എന്തായാലും അതെനിക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം. പിന്നെ രാവിലെ പ്ലാൻ ചെയ്ത് രാവിലെ തന്നെ വന്നതാണ്. ഞാൻ മാത്രം ബസ്സിലാണ് വന്നത്, ഇവന്മാരൊക്കെ ട്രെയിനിലാണ് വന്നത്. പിന്നെ തിരിച്ച് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. പണ്ട് കുറച്ച് ഷോർട്ടായതുകൊണ്ട് പിന്നെ ബൈക്ക് കൊടുത്തില്ല, ബസ് കയറി വരേണ്ടി വന്നു. തിരിച്ചിനി ബസ് തന്നെ പോകണം. ആ ധൃതിയിലായിരുന്നു ഇവന്. തിരിച്ചിനി ഇവന്മാർക്ക് ട്രെയിനുണ്ട്. ഇവന്മാർ എൻ്റെ വീട് വർക്കലിന് അറിയാലോ. അതോടെ അപ്പോൾ നേരത്തെ സൂയിൽ പോയ വീഡിയോകളെല്ലാം കണ്ടു കാണും. കണ്ടപ്പോഴേ മനസ്സിലായ കഴിഞ്ഞു ഏകദേശം മൊത്തം കുളമായിരുന്നു. നമ്മൾ ഈ മോട്ടോർ വ്ളോഗൊക്കെ എടുക്കുന്ന രീതിയിൽ അത്ര എളുപ്പമൊന്നുമില്ല ട്രാവൽ വ്ളോഗ് എടുക്കുന്ന കാര്യം. കാരണം മോട്ടോർ വ്ളോഗിൻ്റെ കാര്യം ട്രാവൽ വ്ളോഗ് നല്ല രീതിയിൽ എന്തായിരിക്കും. പിന്നെ എടുക്കുന്നതിൻ്റെ അന്നേനെ എടുത്തില്ലെങ്കിൽ ഏതൊക്കെ വീഡിയോ എവിടെയൊക്കെ കിടക്കുന്നതെന്നൊക്കെ നല്ല രീതിക്ക് മാറിപ്പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ സാധനം എന്തായാലും സെറ്റായില്ല, ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കുളമായിട്ടുണ്ട്. പിന്നെ ഫുൾ ടൈം വീഡിയോ എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ ആ ഒരു ട്രാവൽ നമുക്ക് അത്ര ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ റാൻഡമായിട്ട് ക്ലിപ്സൊക്കെ എടുത്ത് പറ്റുന്ന ഇതിലൊക്കെ എടുത്തത് എങ്ങനെയെങ്കിലൊക്കെയാണ് സെറ്റ് ആയിട്ടേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്തടുത്ത വീഡിയോയിലൊക്കെ പരിഹരിക്കാൻ വേണ്ടി നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളും എൻ്റെ അക്കൗണ്ട് വരത്തിനടുത്തുണ്ട്, അതുകൊണ്ട് ഫോളോ ചെയ്തേക്ക്. ദാറ്റ്സ് ഇറ്റ് ടുഡേ. പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.